So let us go to question number 20 and let's see what is in there and it is from which topic. The question is from moving charge and magnetism, and let's see the question. What they are asking. A uniform magnetic field of 2 × 10⁻³ Tesla acts along the positive y direction. A rectangular loop of side 20 cm and 10 cm with the current 5 ampere is YZ plane. The current is in anti-clockwise sense with reference to x-axis. Magnitude and direction of the torque ആണ് ചോദ്യം. അപ്പോൾ ഇവിടെ ടോർക്കിൻ്റെ കണ്ടീഷൻ ആസ് വി നോ ദാറ്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു എം ക്രോസ് ബി ആണ്. ഓക്കെ, എം ക്രോസ് ബി ആണ്. എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഏരിയ വെക്ടറാണ്, ഐ എ വെക്ടറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഈ ഡയറക്ഷനൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം ഒരു റെക്റ്റാങ്കുലർ പ്ലെയിൻ, ഓക്കെ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു YZ പ്ലെയിനിൽ നമ്മൾ എന്ത് വെക്കുന്നുണ്ട്, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് വെക്കുന്നുണ്ട്. കറണ്ട് വെച്ചു, നമുക്കത് വെച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന റെക്റ്റാങ്കുലർ കോയിൽ പ്ലേസ്ഡ് ഇൻ ദി ലൂപ്പ്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസ് വിത്ത് റെഫറൻസ് ടു നെഗറ്റീവ് എക്സ് ആക്സിസ്. നെഗറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസാണ്. അപ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് നോക്കുക. അത് ആൻറ്റി ക്ലോക്ക് ആകുമ്പം ഈ പോസിറ്റീവ് വൈ ആക്സിസ് നമുക്കറിയാം അത് ഏത് ഡയറക്ഷനിലിരിക്കും, ഈ കാണുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലിരിക്കും. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എം വിൽ ആക്ട് എലോങ് എങ്ങോട്ടായിരിക്കും, ഈ കാണുന്ന പോലെ ഈ ഡയറക്ഷനിലേക്കാണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതെന്തുകൊണ്ടാണ്, നമ്മൾ ഈ കാണുന്ന ലൂപ്പിൻ്റെ പ്ലെയിനിന് പുറത്തേക്ക് വരയ്ക്കുന്ന ലൈനാണ് മൊമെൻറ്റിൻ്റെ കണ്ടീഷനായിട്ട് വരിക. അപ്പോൾ നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് ക്ലാസ് ഫുൾ ഉപയോഗിച്ച് നമുക്ക് തമ്പ് നിൽക്കുന്ന ഭാഗമാണ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഏരിയ വെക്ടർ വരച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലാണ് നമ്മുടെ ബി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ടോർക്കിൻ്റെ കണ്ടീഷനിൽ എം ആക്ട് ചെയ്തിരിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്, ഐ ഡയറക്ഷനിലാണെങ്കിൽ ബി ആക്ട് ചെയ്യുന്നത് +J ഡയറക്ഷനിലായതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് K ക്യാപ്പ് എന്ന് കിട്ടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ടൻ്റ് അല്ലെങ്കിൽ ഈ ടോർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങോട്ടായിരിക്കും, നെഗറ്റീവ് Z ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുന്ന സമയം നമുക്ക് ഉത്തരം കിട്ടി. ഏതാണ്, ഓപ്ഷൻ 2 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ 2 തന്നെയല്ലേ എന്ന് നമ്മൾ ബൈ മാഗ്നിറ്റ്യൂഡ്, കാരണം ഇത് എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് ഉറപ്പിക്കാൻ തന്നെയായിരിക്കും ആൻസർ എന്നുള്ളത്. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യും, മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 5 ആംപിയർ ആണ്. ഈ കാണുന്ന പോലെ 5 ആംപിയർ ആണ്. വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, 20 × 30 ആണ്. നമുക്കതിനെ നമുക്ക് ചെയ്യാം 0.2 × 0.1 ഡയറക്ഷൻ മൈനസ് ഐ ക്യാപ്പ് എന്ന് കൊടുത്തേക്കാം. ദാറ്റ് ഇസ് -I ക്യാപ്പ് എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാണിച്ചിരിക്കുന്ന പോയിൻറ്റിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.1 -I എന്ന് കിട്ടും. ദിസ് ഇസ് മൊമെൻറ്റ്. അങ്ങനെയാണ് ടോർക്ക് ഇസ് ഈക്വൽ ടു 0.1 -I ക്യാപ്പ് ഇൻറ്റു ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്രയാണ്, 2 × 10⁻³ ടെസ്ലയാണ്. സോ ദിസ് ഇസ് ഈക്വൽ 2 × 10⁻⁴. ഇവിടെ ഈ ബിയുടെ വാല്യൂ +J ആണ്. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു -K എന്ന് കിട്ടും. സോ യുവർ ആൻസർ ഈസ് റെഡി. ടോർക്ക് ഈസ് അലോങ് ദി നെഗറ്റീവ് Z ഡയറക്ഷൻ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 2 × 10⁻⁴ ആയിരിക്കും.